നിങ്ങളൊരു കൂട്ടിലകപ്പെട്ട സിംഹത്തെയോ കടുവയെയോ കാണുമ്പോൾ അത് ആവർത്തിച്ചുള്ള തലയാട്ടലുകളോ സ്വയം ഉപദ്രവിക്കലുകളോ നടത്തുന്നുണ്ടോ എങ്കിൽ ആ കടുവയോ സിംഹമോ സൂക്കോസിസിന്റെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. തികച്ചും വിശാലമായ ഒരു ആവാസ വ്യവസ്ഥയിൽ വളരേണ്ട അവ മാനസികമായ പീഡനം അനുഭവിക്കുന്നു എന്ന് സാരം. തുറസായ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങേണ്ട അവ ജീവിതകാലം മുഴുവനും ഒരു ചെറിയ കൂട്ടിൽ അകപ്പെട്ട് കിടക്കുക. അവ ചെയ്യേണ്ടതുപോലെ ചുറ്റിക്കറങ്ങാനോ പര്യവേഷണം നടത്താനോ മറ്റുള്ളവരുമായി ഇടപഴകാനോ കഴിയുന്നില്ല. ലക്ഷ്യത്തിന്റെ ഇഷ്യൂസ് തീർച്ചയായും അവരിലുണ്ട്. കൂട്ടിലകപ്പെട്ട സിംഹമോ കടുവയോ എന്നത് ഒരു മൃഗത്തിന്റെ മാത്രം അവസ്ഥയല്ല. നമ്മൾ മനുഷ്യർക്കും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരുടെ ഇമോഷണൽ ലോക്കിൽപ്പെട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ മറന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായി ഉള്ളിലുള്ള കഴിവുകളെ ബലികഴിച്ച് ജീവിക്കുമ്പോൾ ഒന്നോർക്കണം, താനും ഒരു കൂട്ടിലകപ്പെട്ട സിംഹമാണ് എന്ന്. മൃഗങ്ങൾക്ക് അവയുടെ സ്വാഭാവിക സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ എല്ലാം തകരാൻ തുടങ്ങും. സഹജാവബോധം ഞെരുക്കപ്പെടുമ്പോൾ നമുക്ക് സിംഹത്തിൽ നിന്ന് ഒരു റിയൽ ഗർജനം പോലും കേൾക്കാൻ പറ്റില്ല. സിംഹവും കടുവയും അവയല്ലാതായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ സംരക്ഷണം പ്രകൃതിയിൽ തന്നെ ആയിരിക്കണം. അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഒരു കഴിവും തച്ച് തകർക്കപ്പെടാതെ.